നമസ്കാരം. കേരള ടൈംസ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. വയനാട് മേപ്പാടിയിൽ അതിദാരുണമായ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് നാം ഇന്ന് കേട്ടത്. മേപ്പാടിയിലെ തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ വൻ മണ്ണിടിച്ചിലിൽ 5 പേർ മരണപ്പെട്ടു. ദുരന്തബാധിത പ്രദേശത്ത് കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ അതീവ ഗുരുതര സാഹചര്യമാണ് നിലവിലുള്ളത്. വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിലെ മീനാക്ഷി പാലത്തിന് അടുത്തുള്ള കുന്നാണ് വലിയ തോതിൽ ഇടിഞ്ഞു വീണത്. ടൺ കണക്കിന് മണ്ണും കല്ലും റോഡിലേക്കും അടുത്തുള്ള പുഴയിലേക്കും പതിക്കുകയായിരുന്നു. അപകട സമയത്ത് നിരവധി തൊഴിലാളികൾ സ്ഥലത്തുണ്ടായിരുന്നു എന്നാണ് വിവരം. ഇതിൽ 15ഓളം പേർ നിർമ്മാണ സൈറ്റിലെ ക്യാബിനകത്തുണ്ടായിരുന്നു. കൂടുതൽ പേർ ഇപ്പോഴും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് സംശയിക്കുന്നത്. അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ 7 പേരെ നിലവിൽ മേപ്പാടി ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. 3 പേരെ നിലവിൽ കാണാതായിട്ടുണ്ട്. മരിച്ചവരെ തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് പ്രദേശത്ത് നിന്നും വരുന്നത്. ഒരു വീടും പള്ളിയും പൂർണ്ണമായി തകർന്നു. പ്രദേശത്തെ ബസ് സ്റ്റോപ്പും പാലവും പൂർണ്ണമായി മണ്ണിനടിയിലായിരിക്കുകയാണ്. വൻതോതിൽ വാഹനങ്ങളും മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടെന്നാണ് സംശയിക്കുന്നത്. ഇന്നലെ വയനാട്ടിൽ അതിതീവ്ര മഴയാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഇതിനു പിന്നാലെ ദുരന്തമുണ്ടായ സ്ഥലത്ത് ഇപ്പോഴും കനത്ത മഴ തുടരുന്നത് രക്ഷാപ്രവർത്തനത്തിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. മുൻകരുതൽ നടപടിയെന്നോണം പ്രദേശത്തു നിന്നും ആളുകളെ അടിയന്തരമായി മാറ്റിപ്പാർപ്പിച്ചു വരികയാണ്. പോലീസും അഗ്നിരക്ഷാസേനയും ദുരന്ത നിവാരണ ടീമും നാട്ടുകാരും ചേർന്നുള്ള സംയുക്ത രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടക്കുന്നത്. അതേസമയം ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് മന്ത്രിമാർ പ്രതികരിച്ചു. ദുരന്തത്തിൽ കരാർ കമ്പനിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി സതീശൻ വ്യക്തമാക്കി. കഴിഞ്ഞ ജൂൺ 20 തന്നെ അടിയന്തിരമായി മണ്ണ് മാറ്റാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഇത് പാലിക്കുന്നതിൽ വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കും. നിലവിൽ കൃഷിമന്ത്രിയും റവന്യൂ മന്ത്രിയും സംഭവ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. ദുരന്ത പശ്ചാത്തലത്തിൽ പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണ സർക്കാരിനുണ്ടെന്ന് പ്രതിപക്ഷവും അറിയിച്ചിട്ടുണ്ട്. ദുരന്ത സാഹചര്യവും കനത്ത മഴയും കണക്കിലെടുത്ത് വയനാട് ജില്ലയിൽ ബുധനാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശൂരിൽ ആരംഭിച്ച ഓൺലൈൻ പ്രസ് ക്ലബിൽ പത്രസമ്മേളനം വിളിക്കുന്നതിനായി 9847358919 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ നാട്ടിലെ വിശേഷം ഓൺലൈൻ വാർത്തകളിലൂടെ നിമിഷനേരം കൊണ്ട് ജനഹൃദയങ്ങളിൽ എത്തിക്കാൻ ഓൺലൈൻ പ്രസ് ക്ലബ് നിങ്ങളെ സഹായിക്കുന്നു.